പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണങ്ങളെ തുറന്നു കാണിക്കാനായെന്ന് യുഎയിലെത്തിയ ഇന്ത്യൻ പ്രതിനിധി സംഘം. പൂർണ്ണ സംതൃപ്തിയോടെയാണ് യുഎയിൽ നിന്ന് മടങ്ങുന്നതെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ MP 24 പറഞ്ഞു. ഏത് സമയത്ത് വലിയ ടോളറൻസ് കാണിച്ച രാജ്യമായി. ഇവിടെ നമ്മൾ എത്രയോ കാലമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ പത്രക്കാരെന്നുള്ള നിലയിൽ എപ്പോഴും കാര്യങ്ങൾ കവർ ചെയ്യുന്നതാണ്. പക്ഷേ ഈ പ്രശ്നത്തിനും ഇന്ത്യയുടെ കൂടെ സജീവമായിട്ട് നിന്നു. സമാന ചിന്താധികാരായിട്ട് ഈ രണ്ട് രാജ്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ലോകാടിസ്ഥാനത്തിൽ തീവ്രതയ്ക്കെതിരായിട്ടുള്ള മൂവ്മെൻറ്റ് ഉരുത്തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയാണ് ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നുള്ള നിലയിൽ ഇത് വെച്ചിട്ടുള്ളത്. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ റെസ്പോൺസ് അടക്കം നോക്കിയാൽ നമ്മുടെ മാർഗം വളരെ ശരിയായിരുന്നു എന്ന് ബോധ്യം. എന്തായാലും ഇന്ത്യക്ക് യുഎഇ പൂർണ്ണ സഹായം വാഗ്ദാനം ചെയ്തുവെന്നും പ്രതിനിധി സംഘം വ്യക്തമാക്കി. യുഎഇയിൽ നിന്ന് അരുൺ പാറട്ട് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. കേന്ദ്ര പ്രതിനിധി സംഘത്തിന്റെ 2 ദിവസത്തെ യുഎഇ സന്ദർശനം അവസാനിച്ചിരിക്കുകയാണ്. പെഹൽഗാം വിഷയത്തിലും ഓപ്പറേഷൻ സിന്ദൂറിലും രാജ്യത്തിന്റെ നിലപാട് കൃത്യമായി അവതരിപ്പിക്കാനും യുഎഇയുടെ പിന്തുണ ഈ വിഷയത്തിൽ ഉറപ്പാക്കാനും സംഘത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സന്ദർശനത്തിൽ തൃപ്തരാണെന്നാണ് യുഎയിലെത്തിയ ഇന്ത്യൻ പ്രതിനിധി സംഘം ഇപ്പോൾ വാർത്താ സമ്മേളനം പൂർത്തിയായ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണ സംതൃപ്തിയോടെയാണ് യുഎഇയിൽ നിന്ന് തങ്ങൾ മടങ്ങുന്നതെന്ന് അവർ വിവരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്ത മേഖലകളിൽ ഉള്ളവരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. എല്ലാവരും പൂർണ്ണ പിന്തുണയാണ് തങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്നും പെഹൽഗാം വിഷയത്തിൽ പാകിസ്ഥാൻ ഉയർത്തിയ വ്യാജ പ്രചരണങ്ങളെ തുറന്ന് കാണിക്കാനായെന്നും അതോടൊപ്പം ഇന്ത്യൻ നിലപാടുകളിൽ ഒരു സംശയവും യുഎഇ ഉയർത്തിയില്ല എന്നും ഇന്ത്യക്ക് പൂർണ്ണ സഹായം വാഗ്ദാനം ചെയ്തതായും സംഘം വ്യക്തമാക്കുന്നുണ്ട്. യുഎഇ സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ, അതോടൊപ്പം തന്നെ പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അലി റാഷിദ് അൽ നുഐമി ഉൾപ്പെടെയുള്ള പ്രമുഖരെ കണ്ടാണ് ഈ ഒരു സംഘം 2 ദിവസം സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുന്നത്. ഭീകരവാദത്തെ മറികടക്കുന്നതിൽ ഇന്ത്യക്കൊപ്പമാണെന്ന് ഇന്ത്യയും യുഎഇയും ഒരുമിച്ച് ഭീകരവാദത്തെ നേരിടുമെന്നും ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുമായി സഹകരിക്കുന്നത് തുടരുമെന്നുമാണ് നേതാക്കൾ കൂടിക്കാഴ്ചയ്ക്കിടെ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ നാഷണൽ മീഡിയ ഓഫീസ് ചെയർമാൻ ഡോക്ടർ ജമാൽ അൽ കബിയുമായും ഇന്നലെ സംഘം അബുദാബിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിൽ പ്രധാനമായും പെഹൽഗാം വിഷയത്തിൽ പാകിസ്ഥാൻ ഉയർത്തിയ വ്യാജ പ്രചരണങ്ങളെ തുറന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു സംഘം ലക്ഷ്യമിട്ടത്. ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള തങ്ങളുടെ ആശങ്കയും കൂടിക്കാഴ്ചയ്ക്കിടെ സംഘം പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം ഈ പ്രചരണങ്ങൾക്കെതിരെ വസ്തുതാപരമായ തെളിവുകളും സംഘം ഹാജരാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അബുദാബിയിൽ വെച്ച് ഇന്നലെ വൈകിട്ട് ഇന്ത്യൻ സമൂഹത്തെയും പ്രതിനിധി സംഘം അഭിസംബോധന ചെയ്ത ശേഷമാണ് ദുബായിൽ ഇന്നിപ്പോൾ എത്തിയത്. ഇന്നിപ്പോൾ ദുബായിൽ വെച്ച് പ്രമുഖരെ കണ്ട ശേഷമാണ്, മാധ്യമങ്ങളെ അടക്കം കണ്ട ശേഷമാണ് മടങ്ങുന്നത്. ഇത്തരത്തിൽ നയതന്ത്ര തലത്തിലും സാധാരണക്കാർക്കിടയിലും ഇറങ്ങിച്ചെന്നുള്ള എല്ലാ മേഖലകളെയും സ്പർശിച്ച ഒരു സന്ദർശനമാണ് യുഎഇ ഒരു സംഘം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പെഹൽഗാം ആക്രമണം ഉണ്ടായ സമയത്ത് അതിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയ രാജ്യങ്ങളിൽ ഒന്നാണ് യുഎഇ. ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട് യുഎഇ കൃത്യമായി അറിയിക്കാനായി എന്നുള്ളതാണ് ഈ സംഘത്തിന്റെ സന്ദർശനത്തിലെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാത്രി സംഘം മടങ്ങും. ഇതേ സംഘം തന്നെ ലൈബീരിയ, കോങ്കോ, സിയോറ ലിയോൺ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളായിരിക്കും ഇനി സന്ദർശിക്കുക. ഈ സന്ദർശനത്തിന് ശേഷമായിരിക്കും ഇന്ത്യയിലേക്ക് ഈ ഒരു സംഘം മടങ്ങുക.